സുഗുൾ പീതി അദ്ദേഹം എല്ലാ പ്രാവശ്യവും ഇനാഗുറേഷൻ, ആർട്സ് ഡേ, സ്പോർട്സ് ഡേ എന്നീ പരിപാടികൾക്ക് പുതിയ ഡ്രസ്സ്, പുതിയ ചെരുപ്പൊക്കെ വാങ്ങാറുണ്ട്. ഇത്തവണ വാങ്ങിയ പുതിയ ചെരുപ്പ്, വള്ളിച്ചെരുപ്പ്. അതുപോലെ സജനേഷ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വാങ്ങിയ പുതിയ ഷർട്ടാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള, കൈയൊക്കെ കണ്ടോ, വളരെ മോഡേൺ ആയിട്ടുള്ള ഷർട്ടാണ് ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. സജനേഷ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാച്ച്. അതുപോലെ തന്നെ പുതിയ വാച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട 600 രൂപയുടെ വാച്ചാണ്. 600 രൂപയുടെ വാച്ച് ഇത്തവണ അദ്ദേഹം ഇദ്ദേഹത്തിന് ഓൾറെഡി 2 വാച്ചുകൾ, ഓൾറെഡി 2-3 വാച്ചുകൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് വാച്ചുകൾ, അദ്ദേഹത്തിന് ഓൾറെഡി 4 വാച്ചുകളുണ്ട്. എന്നിട്ടും പുതിയതായിട്ട് ഇത് 2001 ഇനോഗ്രേഷൻ, ഇത് 2003 ഇനോഗ്രേഷൻ, ഇത് 2005 ഇനോഗ്രേഷൻ, ഇത് 2007 ഇനോഗ്രേഷൻ. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ 2009 ഇനോഗ്രേഷൻ. താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആഘോഷങ്ങൾക്ക് എന്നും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങാണ്. പിന്നെ സജനീഷ്, ആഗോളവൽക്കരണ കാലത്തിന്റെ എല്ലാവിധ ദൂഷ്യഫലങ്ങളും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഒരു ആഘോഷത്തെ എത്രയേറെ വർണ്ണഭംഗിയിലാക്കി തീർക്കാനുള്ള ഗവേഷണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് പുതിയ കാലത്ത് തിരുത്തപ്പെടേണ്ട ഒരു പ്രക്രിയ കൂടിയാണ്. അല്ല, കഴിഞ്ഞ ഇതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? കഴിഞ്ഞ മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയാണ്? എന്താണ് ഇതിന്റെ പിന്നെ ഒരു ചെലവ്? തീർച്ചയായും മറ്റാരും കാണാൻ വേണ്ടിയാണ് എന്നുള്ള കാരണമാണ് അദ്ദേഹം വാങ്ങുന്നത്. പക്ഷെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആരും കാണാതിരിക്കുകയും ഇത് വീണ്ടും വീണ്ടും വാങ്ങും എന്നതിലേക്കാണ് നയിക്കുന്നത്. തീർച്ചയായും വൻ സാമ്പത്തിക നഷ്ടം എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവും. അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളായി കിട്ടിയ ഫെലോഷിപ്പിന്റെ 1,40,000 രൂപ ഇതുപോലെയാണ് ചെലവഴിച്ചതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു പകുതി അതിന്റെ ഡ്രസ്സ്, അതിന്റെ സൗന്ദര്യം തുടങ്ങി ആവശ്യം ചെലവഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത് തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സുഗുൾ പീതി, താൻ പിന്നോട്ടില്ല, താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? നമ്മളത് തുടരും. കുട്ടിക്കുളം പൗഡർ തട്ടിക്കുറക്കാൻ തേന്, അടിക്കാൻ സ്പ്രേ, കാഴ്ചക്ക് പുസ്തകങ്ങൾ, പാവം കുറെ പുസ്തകങ്ങൾ